ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. വെടിനിർത്തലും ബന്ദിമോചനവും ഉൾപ്പെടെ മധ്യസ്ഥ കരാറിന്റെ കരട് ഇസ്രായേലിനും ഹമാസിനും കൈമാറി. ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിലയിരുത്തിയതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. അനിശ്ചിതങ്ങൾക്കൊടുവിൽ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. സമ്പൂർണ്ണ വെടിനിർത്തൽ, ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുക, ബന്ദി കൈമാറ്റം ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കരാറിലുള്ളത്. ആദ്യഘട്ടത്തിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമടക്കം 33 ബന്ദികളെ വിട്ടയക്കുമെന്നാണ് റിപ്പോർട്ട്. മധ്യസ്ഥ നിർദ്ദേശങ്ങൾ ഇസ്രയേലും ഹമാസും ഔദ്യോഗികമായി അംഗീകരിക്കുന്നതോടെ 15 മാസമായി തുടരുന്ന യുദ്ധത്തിന് അവസാനമായേക്കും. വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയുണ്ടായതായി ഇസ്രയേലും ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചർച്ചയുടെ ഭാഗമായി ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾക്ക് കരാറിന്റെ കരടുരേഖ ഖത്തർ കൈമാറിയതായാണ് വിവരം. ഹമാസിന്റെ പ്രതിനിധികളും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബാർണിയ, ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബത്തിന്റെ മേധാവി റോണൻ ബാർ എന്നിവർ ചർച്ചകൾക്കായി ദോഹയിലെത്തിയിട്ടുണ്ട്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജോ ബൈഡന്റെ പ്രതിനിധി ബ്രെറ്റ് മക്ഗർക്ക് എന്നിവരും ചർച്ചകളിൽ പങ്കാളികളാണ്. ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി 20 മുൻപായി വെടിനിർത്തൽ പ്രഖ്യാപനം സാധ്യമാക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ലക്ഷ്യം. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ ബന്ദികളാക്കിയ 250-ലധികം പേരിൽ 98 പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. 15 മാസത്തെ യുദ്ധത്തിനിടെ ഹ്രസ്വമായ ഒരു വെടിനിർത്തൽ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 46,500 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,00,000-ലേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24.